പറയാൻ പോകുന്ന ഒരു കൗതുകത്തിന്റെ കാഴ്ചയാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സയാമീസ് ഇരട്ടകളാണ് അബിഗെയിലും ബ്രിട്ടനിയും. അപ്പോൾ വലിയ ശ്രദ്ധ അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കിട്ടാറുണ്ട്. അമേരിക്കയിലുള്ളവരാണ്, സയാമീസ് ഇരട്ടകളാണ്. അതിലൊരാൾ വിവാഹിതയായിരിക്കുന്നു. അബിയുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 3 വർഷം മുമ്പായിരുന്നു വിവാഹമെങ്കിലും ഇപ്പോഴാണ് അതവർ പുറം ലോകത്തെ അറിയിക്കുന്നത്. അഭിരാമി മോഹനുണ്ട് നമുക്കിപ്പം. അഭിരാമി, ഇത് കേൾക്കുമ്പോൾ അല്ലേ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അവർ ഒറ്റ ശരീരമാണെങ്കിലും 2 തലച്ചോറാണ്, 2 പേരാണ്, 2 മനസ്സായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ മറ്റേയാൾ അതിനെ ഉൾക്കൊള്ളുന്നതെന്നൊക്കെ ഒരു കൗതുകത്തിൻ്റെ ഇതിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് അവരിപ്പോൾ അത് പുറത്തുവിടാനുള്ള കാരണം? അതിനെക്കുറിച്ച് അവർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്? ദിവിഷ്, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒരുമിച്ച് ജനിച്ച് അവർ ഒരുമിച്ച് വളർന്ന് ഒരു ശരീരമായി ജീവിച്ചവർ ഇന്ന് വിവാഹത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ്. ഈ അബിഗെയിലും ബ്രിട്ടനിയും അവരുടെ ചെറുപ്പകാലം മുതലേ തന്നെ അവർ പ്രശസ്തരായിരുന്നു. അവരുടെ ഓരോ ജീവിതവും അവരുടെ വളർച്ചയും ഒക്കെ വാർത്തകളായിരുന്നതാണ്. ഇപ്പോൾ അവർ വാർത്തകളിൽ ഇടം നേടുന്നത് അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. 2021 ആണ് അവർ അബിഗെയിൽ വിവാഹിതയാവുന്നത്. ആ വിവരം അവർ മറച്ചു വയ്ക്കുകയായിരുന്നു. ഇത്രയും നാൾ അത് രഹസ്യമായി തന്നെ ഇരുന്നു. ഇപ്പോൾ ഈ അബിഗെയിലിൻ്റെയും ബ്രിട്ടനിയുടെയും ഫേസ്ബുക്ക് പേജിൽ അവർ പങ്കുവച്ച ഒരു ഈ പ്രൊഫൈൽ പിക്ചറുണ്ട്. ആ പ്രൊഫൈൽ പിക്ചറിലൂടെയാണ് ഇവരുടെ വിവാഹത്തിൻ്റെ വിവരം ലോകം അറിയുന്നത്. അങ്ങനെയാണ് വീണ്ടും ഈ സയാമീസ് ഇരട്ട സഹോദരിമാർ വാർത്തകളിൽ ഇടം നേടുന്നത്. ജോഷ് എന്ന് പറയുന്ന ഒരു മുൻ സൈനികനും അതുപോലെ നഴ്സുമായ ആളെയാണ് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. ജോഷും ഇതുപോലെ ഇവരുടെ വിവാഹശേഷമുള്ള ഇവർ ഒന്നിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് വളർന്നവരാണ്. അതിൽ കൗതുകം എന്തെന്ന് വെച്ചാൽ അബിഗെയിലാണ് വിവാഹിതയായത് എന്നതാണ് ഇതിലെ കൗതുകം. അബിഗെയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് അമ്മയാവാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം അബിഗെയിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതും. ബാക്കി ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും ഇവർ വെളിപ്പെടുത്തുക. ഇപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റി അങ്ങനെ വാർത്ത പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഇവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ചെറുപ്പത്തിലെ ഇവർ ജനിച്ച സമയത്ത് ഇവരെ ശരിയാണ്, ജീവിതത്തിൽ തന്നെ അല്ലേ സാധാരണഗതിയിൽ വലിയ പ്രതിസന്ധികളിലേക്ക് വരുന്നവരാണ്. പക്ഷെ അവർ അതിനൊക്കെ മറികടന്ന് ജീവിക്കുന്നു. അവർക്കപ്പോൾ അതിൻ്റെതായ സന്തോഷങ്ങളും അല്ലേ മനസ്സ് നിറഞ്ഞു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി അഭിരാമി.